ഹായ് കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നത്, അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ പാടാൻ പോണത് ഒരു ഉപ്പ തൻ്റെ 7 മക്കളോട് പറഞ്ഞൊരു വസിയത്താണ് കേട്ടോ. അതാണ് ഞാനിന്ന് പാടുന്നത്. മക്കളെ, നിങ്ങളാണ് നൈഹിക പാരത്രിക സ്വത്തുക്കളെന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല, ചിട്ടയിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താനല്ലോ. അതാണെന്ന് ഞാൻ പാടുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണേ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സഹകരണം സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പം എന്നാൽ പാട്ട് കേട്ടാലോ. മക്കളെ, നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കളെന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല, ചിട്ടയിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താനല്ലോ. മക്കളെ, നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കളെന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല, ചിട്ടയിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താനല്ലോ. ദൈവത്തിൻ വിധി കൊണ്ട് ജീവിതം നയിക്കണം, ദൈവകോപത്തിൻ ഇരയാവാതെ സൂക്ഷിക്കണം. നാടിനും നാട്ടാർക്കും നീ സേവനം ചെയ്തിടണം, നാട്ടിക്കും വിധമുള്ള കാര്യങ്ങൾ വർജിക്കണം. മക്കളെ, നിങ്ങളാണ് നൈഹിക പാരത്രിക സ്വത്തുക്കളെന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല, ചിട്ടയിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താനല്ലോ. ജാതിയും മതങ്ങളും നോക്കല്ലേ സഹായിക്കാൻ, ജീവുള്ള മനുഷ്യരോ വേദന ഒന്നു തന്നെ. കാര്യങ്ങൾ കൈയാളുമ്പോൾ കാര്യമായി കരുതണം, കരയാനിടവരും കോലത്തിൽ കൈയാളല്ലേ. മറ്റുള്ളവനൊരിക്കലും പറ്റിക്കാൻ പറ്റുകില്ല, മറ്റുള്ളവർ പറ്റിക്കുകിൽ പറ്റാതെ നോക്കിയിടണം. പാപങ്ങൾ ചെയ്തിടല്ലേ, ചെയ്തെങ്കിൽ ഖേദിക്കുക, പാപമോചനത്തിനായി ദൈവത്തോടിരക്കുക. മക്കളെ, നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കളെന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. എല്ലാവരും ഒന്നാകണം, നല്ലോണം കഴിയണം, എല്ലോളം പിരിയല്ലേ അല്ലാഹു തുണയാകും. തെറ്റാതെ ജീവിക്കണം, സ്നേഹത്തിൽ കഴിയണം, തെറ്റാർക്കോ പറ്റിപ്പോയാൽ മറ്റുള്ളവർ പൊറുക്കണം. റബ്ബോട് തെറ്റു ചെയ്താൽ റബ്ബത് പൊറുക്കുന്നു, റബ്ബിന്റെ അടിമകൾ നമ്മളും പൊറുക്കണ്ടേ. അല്ലാഹു ചെയ്തു തന്ന നന്മയ്ക്കായി നന്ദി ചൊല്ലാൻ അൽഹംദുലില്ലാ എന്ന
മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. റബ്ബോടായി 7 പേരും മക്കളും പ്രാർത്ഥിക്കട്ടെ. റബ്ബത് കേട്ട് നമ്മെ സ്വർഗത്തിലാക്കിയിടട്ടെ. കരുണാനിധിയായ ദൈവമേ നിന്നോടിതാ കരുണയ്ക്കായി ഞങ്ങളെന്നും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഏതാനും കാര്യങ്ങൾ ഞാൻ ചൊല്ലിടാം നിങ്ങൾക്കായി. എല്ലാരും കുടുംബവും എപ്പോഴും ഓർത്തിടണം. ആകാശം 7 സൃഷ്ടിപ്പും 7 7 എത്ര എത്ര പോരിശാദിനിലല്ലോ. 7 ഒന്നാവുകിൽ 7 പൊന്നായിടും. 7 ഒത്തു ചേർന്നാൽ മഴവില്ലിൻ വർണ്ണമല്ലോ. മക്കളെ നിങ്ങളാണ് ഐഹിക പാരത്രിക സ്വത്തുക്കൾ എന്ന കാര്യം ചിത്തത്തിൽ കൊത്തുന്നു ഞാൻ. ചൊല്ലിടും കാര്യങ്ങൾ നീ ചൊല്ലാനായി മാത്രമല്ല, ചിട്ടയിൽ ജീവിതത്തെ തിട്ടപ്പെടുത്താറല്ലോ. ദുനിയാവിൽ ഞങ്ങളെ നീ എമ്പാടും സഹായിച്ചു. ദുനിയാവതിലേറെ പരലോകം കനിയണേ. സജ്ജന കൂട്ടത്തിൽ നീ ഞങ്ങളെ കൂട്ടിയിടണേ. സ്വർഗീയ സുഖത്തിൽ നീ ഞങ്ങളെ ചേർത്തിയിടണേ. സജ്ജന കൂട്ടത്തിൽ നീ ഞങ്ങളെ കൂട്ടിയിടണേ. സ്വർഗീയ സുഖത്തിൽ നീ ഞങ്ങളെ